ഇത് വലിയ അത് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് തന്നെ ചിന്തിക്കുന്നു നമ്മൾ ഇവിടെ നിന്നും ഷിഫ്റ്റ് ചെയ്യേണ്ടി അവര് വരുമോ പോയി എന്നുള്ള രീതിയിൽ. അഹമ്മദാബാദിലേക്കോ ഞാൻ കേൾക്കുന്ന വാർത്തകൾ അഹമ്മദാബാദിലേക്കോ മലപ്പുറത്തോ ഹൈദരാബാദിലേക്കോ മലപ്പുറത്തേക്കോ ഒക്കെ മാറാനായിട്ട് അവർ പ്ലാൻ ചെയ്യുന്നു എന്ന രീതിയിലാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ GCD ആണ് ഇതിന്റെ അതോറിറ്റി. അതെ തീർച്ചയായിട്ടും അവരുടെ ഗ്രൗണ്ട് നന്നാക്കൽ ആരെ കൊണ്ട് ചെയ്യിക്കണം എന്നൊക്കെ അവരുടെ കാര്യം തന്നെ. തീർച്ചയായിട്ടും പക്ഷേ നമുക്ക് ഇതിന്റെ ഒരു ബേസ് ഉണ്ടല്ലോ. ഈ ഗ്രൗണ്ട് ഉണ്ടായത് എങ്ങനെയാ, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടായത്? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കിയത് കെ കരുണാകരന്റെ കാലത്താണ്. തീർച്ചയായിട്ടും ആണാണ് അദ്ദേഹത്തിന്റെ കാലത്ത് ഇത് എന്തിനു വേണ്ടി ഉണ്ടായി? അന്ന് ഇതിന്റെ ഉദ്ഘാടനത്തിനൊക്കെ റോട്ടിൽ കൂടെ ജാഥ പോയ ആ കൂട്ടത്തിലുള്ള ആളാണ് ഞാനൊക്കെ. അതുകൊണ്ട് പറയാ. അപ്പോൾ എന്നൊക്കെ നമ്മൾ ആവശ്യത്തോടെ. അപ്പോൾ ഇത് ഏറ്റവും വലിയ രാജ്യാന്തര ടൂർണമെന്റുകൾ നടക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളികൾ ഇവിടെ നടക്കുമ്പോൾ തിങ്ങി നിറയുന്ന ഗാലറി നമുക്ക് അറിയാവുന്നതാണ് കൊച്ചിയെ സംബന്ധിച്ച്. അതെ അതെ അപ്പോൾ ആ കളി ഇവിടെ നടക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്നത് അതത്ര നല്ലൊരു ശുഭകരമായ കാര്യമായിട്ട് തോന്നുന്നില്ല. പക്ഷേ ഇതിന് ബന്ധപ്പെട്ടത് GCD ആണ്. പക്ഷെ അവർ അതിൻ്റെ ഉത്തരവാദിത്തം കാണിക്കണം. അവർ പറയണം ഇന്ന ദിവസത്തിനുള്ളിൽ ഞങ്ങളിത് തീർത്ത് കൊടുക്കും ഇന്ന സമയത്ത് എന്നുള്ളത് ഒരു വ്യക്തമാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നം സോൾവ് ആവും. ആ കളിയും അവതാളത്തിലാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാധ്യതയാണ് നമ്മളിപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ കാണുന്നത്. അത് നമ്മളെയൊക്കെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ.